ആറ്റിങ്ങലിൽ ഞങ്ങൾ തുടങ്ങിയ ക്ലൗഡ് കിച്ചൻ്റെ 4ാമത്തെ ദിവസമാണ്. ഇന്ന് ഭയങ്കര ഒരു സ്പെഷ്യൽ ദിവസമാണ്, ഭയങ്കര ഹാപ്പി ആയിട്ടുള്ളൊരു ദിവസമാണ്. കാരണം ശരിക്കും നമ്മൾ ഇന്ന് ഫുഡൊന്നും സെർവ് ചെയ്യേണ്ട, കുറേ പ്ലാൻ ചെയ്യണം എന്ന് ആഗ്രഹിച്ചിരിക്കുന്ന സമയത്താണ് ഇന്നലെ എനിക്കൊരു കോൾ വരുന്നത്. ഞാനൊരു 5-6 വർഷം മുമ്പ് ഒരു പോളിടെക്നിക്കിൽ പഠിപ്പിച്ച എൻ്റെ 2 സ്റ്റുഡൻസ് അവരുടെ വകയായിട്ട് 10 പേർക്ക് ആഹാരം കൊടുക്കണം. അവർക്ക് വേണ്ടിയിട്ട് 10 പേർക്ക് ഫുഡ് സെർവ് ചെയ്യുക എന്നുള്ളതാണ് ഞങ്ങളുടെ ഇന്നത്തെ ലക്ഷ്യം. അപ്പോൾ ഞങ്ങൾ ആ ബിരിയാണിയുടെ ചിലവ് മാത്രമാണ് അവരിൽ നിന്ന് എടുത്തിരിക്കുന്നത്. ബാക്കിയുള്ളത് ഞങ്ങളുടെ ടാസ്ക്കാണ്. ഈ പറയുന്ന 10 പേരെ അത് അർഹിക്കുന്ന 10 പേരെ കണ്ടുപിടിച്ച് അവർക്ക് കൊടുക്കുക. പക്ഷെ ഞങ്ങളുടെ വീഡിയോയിൽ അവരുടെ മുഖമോ കാര്യങ്ങളോ ഒന്നും ഉൾപ്പെടുത്തില്ല, ഞങ്ങളുടെ എക്സ്പീരിയൻസ് മാത്രമേ ഉൾപ്പെടുത്തുള്ളൂ. ഞങ്ങളങ്ങനെ ഇപ്പം വർക്കലയ്ക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. നോക്കാം ആരെങ്കിലും കാണുമല്ലേ. ഞങ്ങൾക്ക് വർക്കലോട്ട് പോകുന്ന വഴി വടക്കശ്ശേരി കോണം ഈ സ്ഥലത്തെത്തിയപ്പോൾ ഞങ്ങൾക്കൊരു ചേട്ടനെ കിട്ടി. പുള്ളിക്കാരുടെ സൈഡിൽ ഒന്നും ആഹാരമൊക്കെ കഴിക്കാതെ വിഷമിച്ചിരിക്കുന്നത് കണ്ടു. വളരെ മെലിഞ്ഞിട്ടുള്ളൊരു വ്യക്തിയാണ്. അപ്പോൾ നമുക്ക് കണ്ടപ്പോൾ മനസ്സിലായി പുള്ളി. അപ്പോൾ ഞങ്ങൾ ആദ്യമേ പോയിട്ട് പുള്ളിയുടെ അടുത്ത് ചോദിച്ചു, ആഹാരം കഴിച്ചു എന്ന് ചോദിച്ചു. അപ്പോൾ പുള്ളി ആഹാരം കഴിച്ചില്ല എന്ന് പറഞ്ഞു. അപ്പം ഇങ്ങനെ 2 പേര് നോമ്പായിട്ട് അവരുടെ ആഗ്രഹപ്രകാരം തന്നതാണെന്ന് പറഞ്ഞു ആഹാരം കൊടുത്തു. പുള്ളി സന്തോഷപൂർവ്വം അത് വാങ്ങിച്ചു. അതുപോലെ തന്നെ ഞങ്ങൾ വേറൊരു കാര്യം പറഞ്ഞു, കാരണം ഞങ്ങളുടെ ബോക്സ് പ്ലാസ്റ്റിക് ബോക്സാണ്. അപ്പോൾ അത് കഴിച്ചതിന് ശേഷം റോഡിലിടാതെ ഏതെങ്കിലും വേസ്റ്റ് ബോക്സ് ഇടണമെന്ന് റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ട്. ചെയ്യാമെന്ന് പുള്ളി പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അടുത്ത ആളെ നമുക്ക് കണ്ടുപിടിക്കാം. ഞങ്ങളിങ്ങനെ നോക്കി നടക്കുവാണല്ലോ ശരിക്കും ആളുകൾ മാത്രമേ നമ്മളിത് കൊടുക്കുന്ന 10 ബിരിയാണി കൊണ്ടുവച്ച് നമ്മൾ കൊടുക്കുന്നുണ്ടെങ്കിൽ ആവശ്യക്കാർ ആവശ്യമില്ലാത്തവരൊക്കെ വന്ന് വാങ്ങിച്ച് അന്നൊരു ദിവസം ക്യാഷ് സേവ് ചെയ്യാമെന്ന് വിചാരിക്കാം. അങ്ങനെയല്ല ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്, അല്ലെങ്കിൽ ഞങ്ങൾക്ക് ഓർഡർ തന്നവർ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അത് കണക്കുള്ള ആളുകൾ എത്തിക്കുക എന്നുള്ളതാണ് തങ്ങളുടെ ശ്രമം. നോക്കട്ടെ, വർക്കിനായിട്ട് നോക്കാം. റെയിൻബോ ഹാർഡ്വെയർസ് അതിൻ്റെ അടുത്ത് നിന്നിട്ട് ഒരു അമ്മയും മകനെയും കിട്ടി. വീൽ ചെയറിൽ ഉരുട്ടിക്കൊണ്ട് പോവാണ്. അവർ തെലുങ്കാനയിൽ നിന്ന് വന്നതാണ്. തെലുങ്ക് മാത്രമേ അറിയത്തുള്ളൂ. അവർക്ക് കന്നഡ അറിയാമെന്ന് പറഞ്ഞു. പക്ഷേ ഞാൻ കർണാടകയിൽ വർക്ക് ചെയ്യുന്നെങ്കിൽ എനിക്ക് കന്നഡ അത്ര ഫ്ലുവൻ്റായിട്ട് അറിയില്ല. പിന്നെ മലയാളം അവർക്ക് കുറച്ച് അറിയാം. ഞങ്ങൾ പറഞ്ഞു ഇതാണ് എന്ന് പറഞ്ഞിട്ട് അവർക്ക് ഫുഡ് കൊടുത്ത് 50 കൂടെ വാങ്ങിച്ചിട്ടുണ്ട്. ഞങ്ങളുടെ 3 ബിരിയാണി കൊടുത്തു. 7 ആളുകളെ കണ്ടെത്തുവാണ്. ശരിക്കും പറഞ്ഞാൽ ഊട്ടറാണ് ശരിക്കും ഞങ്ങൾക്കത് സ്ഥലത്ത് ഞങ്ങളപ്പോൾ പാവനാശം ഈസി പറ്റും. അതുകൊണ്ട് അവിടെ നിന്ന് ചോറത്തിലാക്കി കണ്ടാൻ പറ്റുന്ന നോക്കാൻ. എനിക്ക് ഇവിടെ വന്നപ്പോൾ ചെറിയൊരു കോവിലത്തിൽ ഉണ്ട്. നമ്മൾ വിചാരിക്കുന്ന കണക്ക് ആളുകളെ ഇവിടെ കണ്ടെത്താൻ പറ്റും എന്നുള്ളതാണ് അടുത്ത ശ്രമം. നടക്കും, കണ്ടിട്ട് തോന്നുന്നില്ല. ഇവിടെ കണ്ടിട്ട് ഇച്ചിരി പാടായിരിക്കും എന്നാണ് വിചാരിക്കുന്നത്. നമുക്ക് എന്തായാലും ഇറങ്ങി നോക്കാം. പാപനാശം ബീച്ചിലെത്തി. പക്ഷേ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് കമൻ്റ് ഇട്ട ആൾ എവിടെയാണ് ഉദ്ദേശിച്ചതെന്ന് അറിയില്ല. പക്ഷെ ഇവിടെ നമ്മൾ വിചാരിക്കുന്ന ആളുകളെ ആരെയും കാണുന്നില്ല. സൈഡിലൊക്കെ ഞങ്ങൾ നോക്കി, പക്ഷേ ആരെയും കാണുന്നില്ല. അപ്പോൾ അതുകൊണ്ട് ഇവിടെ നിന്ന് വിട്ടിട്ട് അടുത്ത സ്ഥലത്ത് സമയം പോയിക്കൊണ്ടിരിക്കും. അതെ, അപ്പം ഞങ്ങൾ അതെ ഇവിടെ ബീച്ചിൽ വന്നിട്ട് ഞങ്ങൾക്ക് ഒരാളെയും കിട്ടാതെ ഞങ്ങൾ തിരിച്ചു പോയായിരുന്നു. പക്ഷെ നമുക്ക് വഴി ഒരാളെ കിട്ടിയിട്ടുണ്ട്. അങ്ങനെ നമ്മൾ ഇവിടെ നിന്ന് അമ്പലത്തിൽ നിന്ന് ഇവിടെ വരുന്ന ഈ സൈഡിൽ അല്ല, അവിടെ ആളില്ല, നമുക്ക് കാണാനില്ല.
അവിടെ ഒരു ചേട്ടൻ ഉണ്ടായിരുന്നു, പുള്ളി ഭിക്ഷ യാചിക്കാനാണ് ഇരുന്നത്. അങ്ങനെ ആ ചേട്ടന് ഒരു ബിരിയാണി കൊടുത്തു. അങ്ങനെ 4 എണ്ണം കൊടുത്തു കഴിഞ്ഞു. പക്ഷെ നമ്മള് ഹാപ്പിയാണ്, കാരണം നമുക്ക് ശരിക്കും അർഹതപ്പെട്ട ആളുകളിൽ എത്തിക്കാൻ പറ്റുന്നുണ്ട്. ഇനി ഒരു 6 പേര് കൂടെ 3 ആയോ നമ്മള്? 4 കൊടുത്തു. 2 എണ്ണം കൊടുത്തു. ഓക്കെ 4 ഓക്കെ, അടുത്ത ആളെ കണ്ടുപിടിക്കാം. അപ്പോൾ ഇവിടുന്ന് നമ്മളിനി ക്ലിപ്പിലോട്ട് പോയിട്ട് കാര്യം ഉണ്ടാവും തോന്നല്ല. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ബസ് സ്റ്റാൻഡിലോട്ട് പോകാമല്ലേ? ഓക്കെ, അപ്പോൾ അടുത്ത് ഞങ്ങൾക്ക് റെയിൽവേ സ്റ്റേഷനിലും ബസ് സ്റ്റാൻഡിലും കൂടി ഒന്ന് നോക്കാം. സമയം ഇപ്പോൾ ഏതാണ്ട് 1:42 ആയിട്ടുണ്ട്. സമയം ഇപ്പോൾ 1:42 ആയിട്ടുണ്ട്. ശരിക്കും കഴിക്കാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇനിയാണ് നമ്മൾ അതല്ലോട്ടാണ്. ഞങ്ങൾ പെട്ടെന്ന് കൊടുത്ത് തിരുത്തണ്ട ആദ്യം ഇട്ടിട്ടെന്ന് വെച്ചിട്ടാണ് ഞങ്ങളത് വെയിറ്റ് ഏതാണ്ട് റെയിൽവേ സ്റ്റേഷൻ ആ ഭാഗത്താ. ഞങ്ങളിപ്പോൾ ബസ് സ്റ്റോപ്പ് എത്തിയിട്ടുണ്ട്. വർക്കല റെയിൽവേ സ്റ്റേഷൻ എത്ര ആയല്ലേ? എത്തിയോ? പക്ഷേ എനിക്ക് ഇതുവരെ കാണാൻ കിട്ടിയില്ല ആരെയും. അതുകൊണ്ട് ഞങ്ങളിങ്ങനെ തിരഞ്ഞുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ. ഞങ്ങൾക്കാരെയും കാണാൻ പറ്റുന്നില്ല. എന്താ പറയുക, ഇത്രയും കണ്ടുപിടിക്കാൻ ഇത്രയും ടൈം എടുക്കുമെന്ന് ഞാൻ എക്സ്പെക്റ്റ് ചെയ്തില്ല. പക്ഷേ എന്താ ഇങ്ങനെ തിരഞ്ഞുകൊണ്ടിരിക്കുക. അത് വേണമെങ്കിൽ കൊടുക്കാമെന്നുള്ള കുറച്ച് ആൾക്കാരെയൊക്കെ ഞങ്ങൾ കണ്ടിട്ടുണ്ട്. പക്ഷെ ഞങ്ങൾ കൊടുത്തില്ല, കാരണം അവിടുത്തെ എന്തെങ്കിലും ചെറുതായിട്ടൊക്കെ വഴിയിൽ കച്ചവടം ചെയ്യുക അങ്ങനെയൊക്കെ ഉള്ളവരുണ്ട്. പക്ഷെ അതല്ല, അങ്ങനെ ഇല്ലാത്ത ആൾക്കാരിലോട്ട് എത്തിക്കുക എന്നുള്ള രീതിയിലാണ് ഞങ്ങളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. വർക്കല ബസ് സ്റ്റാൻഡിൻ്റെ അകത്തോട്ട് കയറിയിട്ട് ആരെങ്കിലും കണ്ടെത്താൻ പറ്റുന്നൊരു ശ്രമം കൂടെ നടത്തി നോക്കാം. ഇതിനകത്തു നിന്നും നമുക്ക് ആരെയും കിട്ടിയില്ല. റെയിൽവേ സ്റ്റേഷൻ്റെ അകത്ത് പ്ലാറ്റ്ഫോം ടിക്കറ്റ് ഇല്ലാതെ കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ ചിലപ്പോൾ അതിന് ഫൈൻ കിട്ടും. അപ്പോൾ അതുകൊണ്ട് സ്റ്റേഷനകത്ത് കയറുന്നില്ല. എന്തായാലും ബസ് സ്റ്റാൻഡിൽ നമ്മൾ വിചാരിച്ച ആളിനെ നമുക്ക് കിട്ടിയില്ല. അടുത്ത സ്ഥലത്തോട്ട് നോക്കാം. ചിത്രേ, എന്ത് ചെയ്യും? നമുക്ക് നോക്കാം, നമുക്ക് അടുത്ത സ്ഥലത്തോട്ട് പോവാം. തേടി ഞങ്ങൾ തളർന്നു തുടങ്ങി. നമ്മൾ വിചാരിച്ച ആളുകളെ കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ കുറച്ചുകൂടെ അപ്ഗ്രേഡ് ചെയ്തിട്ട് അടുത്ത ലെവലിലാണ് എന്ന് നമുക്ക് തോന്നുന്ന ആളുകളിലോട്ട് എത്തിക്കാനുള്ള ശ്രമം നടത്താം. ഞങ്ങളിപ്പോൾ വർക്കലയിൽ നിന്ന് പോവാണ്. ഇവിടെ നിന്ന് ഞങ്ങൾ ഇപ്പോൾ മൊത്തം 4 ബിരിയാണിയെ കൊടുക്കാൻ പറ്റുള്ളൂ. എനിക്ക് തോന്നുന്നു നമ്മൾ ട്രിവാൻഡ്രത്തായിരുന്നു പോയിരുന്നെങ്കിൽ കുറച്ചുകൂടി കിട്ടാൻ പറ്റുന്നത്. പിന്നെ നമ്മൾ ഇറങ്ങിയ സമയം മോശമായതാണോ എന്നറിയില്ല. അതാ ഉച്ച ആയതുകൊണ്ട് വെയിലല്ലേ, നല്ല വെയിലുണ്ട് ഇപ്പോൾ. അതായത് ആളുകളെ കുറേ ആരെയും കിട്ടിയില്ല. എന്തായാലും ഇനി 6 ബിരിയാണി കൂടെ ഉണ്ട്. അതും എങ്ങനെയായാലും കണ്ടുപിടിച്ച് കൊടുത്തിട്ടുള്ളൂ. എന്തായാലും അത് പറ്റുമോ എന്ന് ശ്രമിച്ചു നോക്കുക. വർക്കല വിടാന്ന് വിചാരിച്ചിരിക്കുമ്പോഴാണ് ഈ ഭാഗത്ത് നിന്ന് നമുക്ക് ഒരാളെ കൂടെ കിട്ടിയിട്ടുണ്ട്. ആള് ഇവിടെ ഉണ്ട്. കടയിൽ കയറിയിട്ട് ഭിക്ഷ യാചിക്കാൻ കയറിയിട്ടുണ്ട്. അവർക്ക് കൊടുക്കാം. ഉമ്മ കടയ്ക്ക് അകത്തോട്ട് കയറി പോയി. പുള്ളിക്കാരെത്തി അവിടെ നിൽക്കുന്നേ ഉള്ളൂ. അവിടെ എന്തോ പകച്ച് നിൽക്കുവാണ്. അതെ, അവര് പൈസ കൊടുക്കും കിട്ടുമെന്നും പറഞ്ഞ് പ്രതീക്ഷിച്ച് നിൽക്കുന്നതാണോ എന്താന്ന് മനസ്സിലാവുന്നില്ല. നമ്മളല്ലാതെ ചെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ ശരിയായില്ല. നമ്മളത് വെയിറ്റ് ചെയ്യണം. ഇറങ്ങി വന്നിട്ട് അതെങ്ങനെയാണെന്ന് നോക്കിയിട്ട് നമുക്ക് അപ്രോച്ച് ചെയ്യാന്ന് പറഞ്ഞ് നിൽക്കുകയാണ്. നോക്കട്ടെ. ഇത്രയും പാടുണ്ടാവുമെന്ന് വിചാരിച്ചില്ല. ഭയങ്കര ഈസി ടാസ്ക് ആവുമെന്നാണ് വിചാരിച്ചത്. തിരുവനന്തപുരത്ത് ശംഖുമുഖമാണ് ഞങ്ങൾ ആദ്യം പ്ലാൻ ചെയ്തത്. ഒരു കമന്റ് കിടന്നതുകൊണ്ട് ഇവിടുന്ന് ഒരുപാട് പേര് പെട്ടെന്ന് കാണാൻ പറ്റും എന്നുള്ളൊരു പ്രതീക്ഷയാണ് ഞങ്ങൾ വന്നത്. പുള്ളിക്കാരത്തി ഇറങ്ങുന്നില്ല, അറിയാനും പറ്റുന്നില്ല. പിന്നെ ഒരുപാട് വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ബാക്കിയുള്ളവർക്ക് കൊടുക്കുമല്ലോ. അതുകൊണ്ട് ഞങ്ങൾ ഇവിടെ നിന്ന് വിടാമെന്ന് വിചാരിക്കുകയാണ്. നോക്കട്ടെ. അതെ, ആളെ കിട്ടി. ഞങ്ങൾ സംസാരിച്ചു. ആ ഷോപ്പിൽ നിന്ന് ആളിനോട് ചോദിച്ചു പൈസ വാങ്ങാൻ കയറിയതാണോ. അപ്പോൾ അതേന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങളെ വിളിച്ചിട്ട് ഫുഡ് വേണമെന്ന് കൊടുക്കാൻ ആഹാരം കഴിച്ചെന്ന് വെച്ചപ്പോൾ ഇല്ലയെന്ന് പറഞ്ഞു. ആൾ നോമ്പിലാണ്, വേണ്ടാന്ന് പറഞ്ഞു. ഞങ്ങൾ ഫുഡ് കൊടുക്കാമെന്ന് പറഞ്ഞപ്പോൾ അവർക്ക് വേണ്ടാന്നാണ് പറഞ്ഞത്. പൈസ ആണെങ്കിൽ മതി, ഫുഡ് വേണ്ടാന്ന് പറഞ്ഞു. പിന്നെ അതുകൊണ്ട് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി വേറെ ആർക്കെങ്കിലും കൊടുത്തോളാൻ പറഞ്ഞു. അങ്ങനെ ഞങ്ങൾക്ക് ഒരാളെയും കൂടെ കിട്ടി. ഞങ്ങൾ ബിരിയാണി കൂടെ പോയില്ലേ. ഒരു അപ്പൂപ്പനായിരുന്നു. കഴിച്ചോന്ന് ഞങ്ങൾ ചോദിച്ചു. കഴിച്ചില്ല. ഞങ്ങൾ പറഞ്ഞു ഓർഡർ ചെയ്തതാണ്. പുള്ളി അത് സന്തോഷത്തോട് കാണിച്ചു. ഓക്കെ, അടുത്ത ആളെ കണ്ടുപിടിക്കാം. അങ്ങനെ ഞങ്ങൾക്ക് ഒരാളെ കൂടെ കിട്ടിയിട്ടുണ്ട്. അങ്ങനെ ഈ 4 ബിരിയാണിയാണുള്ളത്. അതൊന്ന് നോക്കാം. ഒരു പുള്ളിക്ക് ഒരു കണ്ണ് വയ്യ. പുള്ളി ഇങ്ങനെ ഒരു ബാഗ് തൂക്കി വളരെ കഷ്ടപ്പെട്ട് പോവുകയായിരുന്നു. അപ്പോൾ പുള്ളിക്ക് കൊടുത്തു. പുള്ളി വളരെ സന്തോഷത്തോടു കൂടി അത് വാങ്ങിച്ചിട്ടുണ്ട്. ഇനി അടുത്ത ആളെ നോക്കാം. അപ്പോൾ ഞങ്ങൾക്ക് ഒരാൾക്ക് കൂടി ബിരിയാണി കൊടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട്.
പക്ഷെ അത് ഞങ്ങൾക്കൊരു സ്പെഷ്യൽ എക്സ്പീരിയൻസ് ആയിരുന്നു. കാരണം ആള് ഫുഡ് ഞങ്ങളുടെ കയ്യിൽ നിന്ന് വാങ്ങിയത് ചെരുപ്പൊക്കെ ഊരിയിട്ടിട്ടാണ് ഫുഡ് വാങ്ങിച്ചത്. ഞായറാഴ്ച ദിവസം മാറ്റിയിൽ നിന്ന് ആരോ ഊണെന്തോ എത്തിക്കാറുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കക്ഷി. പുള്ളി ഞങ്ങളോട് ചോദിച്ചു ഞങ്ങൾ എവിടെ നിന്നാന്ന് ചോദിച്ചു. അപ്പോൾ ഞങ്ങൾ ആറ്റിങ്ങനാന്ന് പറഞ്ഞു. ഞങ്ങൾ ഇതിനൊക്കെ 2 കുട്ടികൾ പറഞ്ഞിട്ടാണ് ചെയ്യുന്നതെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ അവർ പുള്ളി കാര്യങ്ങളൊക്കെ പുള്ളി ഇങ്ങനെ ഞായറാഴ്ച വേറെ ആഹാരമൊക്കെ വരും, എല്ലാ ഞായറാഴ്ച ആറ്റിങ്ങൽ ആഹാരം കാര്യമൊക്കെ കൊടുക്കുന്നുണ്ട്. പക്ഷെ ഞങ്ങൾക്ക് ചെരുപ്പൊക്കെ ഊരിയിട്ട് ഫുഡ് വാങ്ങിച്ചതിപ്പം ആദ്യമായിട്ടാണ് ഒരാൾ അങ്ങനെ വാങ്ങിയത്. പുള്ളി ഞങ്ങൾ നോക്കിയപ്പോൾ റോഡ് ക്രോസ് ചെയ്ത് പോയിട്ട് പ്ലാസ്റ്റിക് കുപ്പി എടുത്ത് എനിക്കൊന്ന് കുപ്പി വിറ്റ് ജീവിക്കുന്നുണ്ടെന്ന്. അതാണ് തമിഴ്നാട്ടിൽ നിന്ന് വന്നതാന്ന് തോന്നുന്നു, തമിഴാ സംസാരിച്ചു. അതുപോലെ തന്നെ ഞങ്ങൾ കൊടുക്കുന്ന ബോക്സ് പ്ലാസ്റ്റിക് ആണ്, അത് റോഡിൽ തന്നെ പുള്ളി പറഞ്ഞു അതെനിക്കറിയാം. അതെ പറയണ്ട, അപ്പൊ മനസ്സിലായി പുള്ളി ആ പ്ലാസ്റ്റിക് വിൽക്കുന്നുണ്ടാവും. അത് പുള്ളിക്കതറിയാം. ഇത് ഇങ്ങനെയുള്ള കാര്യങ്ങൾ കാണുമ്പോൾ ഭയങ്കര ഹാപ്പിനെസ് ഉണ്ടാവുന്നുണ്ട്. പിന്നെ എനിക്ക് തോന്നുന്നു ഞങ്ങൾ ഫുഡ് കൊടുത്തവര് കുറെ പേരും നമ്മൾ പ്ലാസ്റ്റിക് ഇടുന്നൊന്ന് പറയാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ. അപ്പൊ എനിക്ക് തോന്നുന്നു ഇങ്ങനെയുള്ള പറയുന്നുണ്ടായിരിക്കാം. അവര് കുറച്ചുകൂടെ ബോധേഡാണെന്ന് തോന്നുന്നു. വിദ്യാഭ്യാസമുള്ള ആൾക്കാർ വലിച്ചെറിയുമ്പോൾ അവരെക്കാൾ കൂടുതൽ ഇവര് ബോധേഡാണ്. ഇവരെ ഇല്ലാത്തത് ആർക്കാണെന്ന് നമ്മൾ ചിന്തിക്കേണ്ടി വരും. ഞങ്ങളിപ്പോൾ വടശ്ശേരി കോണത്ത് എത്തിയിട്ടില്ലേ കേട്ടോ. ഇവിടെ വെച്ചിട്ടാണ് ഞങ്ങൾ ഫസ്റ്റ് ആളിനെ മീറ്റ് ചെയ്താൽ. അപ്പോൾ ഞങ്ങൾ അവിടെ നിന്ന് ഫുഡ് കഴിക്കാൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ ചെക്ക് ചെയ്തതിൽ നമ്മുടെ ബോക്സ് അവിടെ എവിടെയെങ്കിലും ഇട്ടിട്ടുണ്ടോ, പക്ഷേ അവിടെ ബോക്സ് ഒന്നും കത്തില്ല. അപ്പോൾ അത് ഞങ്ങളൊരു സന്തോഷം. അയാൾ ഞങ്ങൾ പറഞ്ഞ തന്നെ ടേസ്റ്റിക്ക് ഡിസ്പോസ് ചെയ്തിട്ടുണ്ട്. എന്തായാലും അതും ഒരു എക്സ്പീരിയൻസ്. ഇതുവരെ 8 ദിവസം മൊത്തത്തിലൊരു Jag credibility la parte tecnica. La trappte സ്ഥലം എത്ര വർക്കല തന്നെയാണ് സ്ഥലം അറിയാൻ സ്ഥലം ഓടശ്ശേരി കോണം കഴിഞ്ഞു കൊല്ലംകുളം ചിലൻകോട് വെച്ചിട്ട് ഒരു അപ്പൂപ്പനെ കിട്ടി. അങ്ങനെ അപ്പൂപ്പനെ കൊടുത്തു. അപ്പൂപ്പനും നമ്മളോട് പറഞ്ഞു പ്ലാസ്റ്റിക് നമ്മൾ ഇടൂല വെച്ചോളാന്ന് പറഞ്ഞിട്ടുണ്ട്. ഏകദേശം പണി 2:40 ഈ സമയത്ത് ആഹാരം കഴിക്കാതെ ആളുകൾ ആൾക്കാരുണ്ട്. ഞങ്ങളിപ്പോൾ കല്ലമ്പലത്ത് എത്തിയിട്ടുണ്ട് വീട്ടിൽ. അപ്പോൾ ഒരാളെ കണ്ടിട്ട് അയാൾ ഇത് കഴിച്ചു എന്ന് പറഞ്ഞു. ഞങ്ങൾ ചോദിച്ചു ഫുഡ് കഴിച്ചു കഴിച്ചു എന്ന് പറഞ്ഞു. ഞങ്ങൾ കാര്യം ചെയ്തു എന്താ തിരക്കിയത് ഫുഡ് കഴിച്ചാൽ എന്താ ചോദിച്ചത്. ഇതൊന്നും പൊതുവെ അങ്ങനെ ആരും ചോദിക്കാറില്ലല്ലോ. നമുക്ക് വേണ്ടപ്പെട്ടല്ലാതെ ഒരു സന്തോഷം ഉണ്ടായിരുന്നു. അതാ കാരണം നമുക്ക് വേണ്ടപ്പെട്ടവരല്ലാതെ ആരും നമ്മളോട് ഫുഡ് കഴിച്ചോ എന്ന് ചോദിക്കാറില്ല. അതായിരിക്കണം ആൾ കാര്യമൊക്കെ ചോദിച്ചു. അങ്ങനെ ഞങ്ങൾ പറഞ്ഞപ്പോൾ ആർക്കെങ്കിലും കൊടുത്തു കഴിച്ചു എന്ന് പറഞ്ഞു. അപ്പം ഞാൻ അടുത്ത ആളിന് തിരക്കി പോയിക്കൊണ്ടിരിക്കുന്നു. 2 ബിരിയാണി കൂടി ഉള്ളു. ബിരിയാണിയും കൂടെ ഉണ്ട്. ഈ നേരായിട്ട് നമ്മൾ ട്രാവൽ ചെയ്യാം സാർ. ആറ്റിന് കച്ചേരിയുടെ വെച്ചൊരു ചേട്ടനെ കിട്ടി. ആ ചേട്ടന് കുറച്ച് മെൻ്റലിറ്റി പ്രശ്നമുണ്ടെന്ന് തോന്നുന്നു. ചേട്ടൻ കഴിക്കാതെ വേറെ എവിടെയോ നിൽക്കുകയായിരുന്നു. വെള്ളമൊക്കെ വാങ്ങിച്ച് കുടിച്ചിട്ട് വന്ന് ഇവിടെ ചുമ്മാ നിന്നുമാണ്. അപ്പം ഞങ്ങൾക്കും ആരെയും കിട്ടാതെ ഞങ്ങളും വന്നതാണ്. മേ ബി പുള്ളിക്കത് കൊടുക്കാനുണ്ടായിരുന്ന യോഗം ഉണ്ടായിരുന്നിട്ടുണ്ട്. എന്തായാലും പുള്ളിക്കത് കൊടുക്കാൻ പറ്റി. അത് ഭയങ്കര നമുക്ക് ഹാപ്പി. ഇനി ഒരു ബിരിയാണിയും കൂടെ ഉള്ളൂ, അതും കൂടെ കൊടുക്കണം. ഏകദേശം 3-5 ആയി. അങ്ങനെ ഞങ്ങൾ തുടങ്ങിയ ടാസ്ക് ഞങ്ങൾ കംപ്ലീറ്റ് ചെയ്യുന്നുണ്ട്. 10 പേർക്ക് കൊടുത്ത് അവസാനത്തെ ചേട്ടനും നമുക്ക് ആറ്റിങ്ങൽ ബസ് സ്റ്റാൻഡിൻ്റെ പുറകു ഭാഗത്തുനിന്ന് ചേട്ടൻ ഒരു വികലാംഗനാണ്, ഒരു ലോട്ടറി ഇട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. പക്ഷെ പുള്ളി കൊടുത്തു കഴിഞ്ഞപ്പോൾ നമുക്കത് അബദ്ധം പറ്റിയെന്ന് തോന്നി. പക്ഷെ എന്നാലും കുഴപ്പമില്ല. എന്നാലും ബാക്കി 9 പേരും നമ്മൾ കറക്റ്റായിട്ട് തന്നെ ഞങ്ങൾ കൊടുത്തു. നമ്മൾ വിചാരിച്ചു ഭയങ്കര ഈസി ടാസ്ക് ആണെന്നാണ് വിചാരിച്ചത്. പക്ഷേ ഒട്ടും ഈസി അല്ല, ഭയങ്കര ടഫായിട്ടാണ്. 10 പേരൊക്കെ അത്രയും പാടായിരുന്നു. ഞങ്ങളിതുവരെ ആഹാരം കഴിച്ചിട്ടില്ല. പലപ്പോഴും നിങ്ങൾക്ക് ആഹാരം എത്തിക്കാനുള്ള ഓട്ടത്തിൽ ഞങ്ങൾ കഴിക്കാൻ ശരിക്കും ഇപ്പം മറന്നു പോകുന്നുണ്ട്. വീട്ടിൽ നിന്ന് വിളിച്ചിട്ട് നിങ്ങൾ ഫുഡ് കഴിച്ചിട്ടില്ല കഴിക്കുന്നില്ലെന്ന് ചോദിക്കുമ്പോഴാണ് സത്യത്തിൽ ഞങ്ങൾ ഫുഡ് കഴിച്ചില്ല എന്ന് ഞങ്ങൾ പോലും ഓർക്കണം. പക്ഷെ ഇന്ന് ഞങ്ങൾ വിശന്ന് തോന്നുപോയി. വീട്ടിലെത്താൻ ഇനി കുറച്ച് ദൂരമേ ഉള്ളൂ. പക്ഷെ വെയിറ്റ് ചെയ്യാനുള്ള സമയമില്ലല്ലോ. അതുകൊണ്ട് ലാസ്റ്റ് ആളിന് കൊടുത്തിട്ട് ഞങ്ങൾ ഫുഡ് കഴിക്കും. ഫുഡ് മുന്തിരിക്കും. ശരിക്കും ഈ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ എക്സ്പീരിയൻസ് ആണ്. മറ്റുള്ളവർക്ക് ഞങ്ങൾ കൊടുക്കുന്നത് കാണിക്കുക എന്നുള്ളതല്ല. അത് കൊടുത്തു കഴിഞ്ഞ് നമുക്ക് കിട്ടുന്ന ഒരു ഡോപ്പമൈൻ
നമ്മളിപ്പോൾ ഇതാ ഏകദേശം 3:15 നമ്മൾ ഒരുപാട് തളർന്നു. ഒരുപാട് ഈ നല്ല കേരളത്തിലുള്ള ചൂടൊക്കെ അറിയാമല്ലോ. ആ സമയത്ത് ഇത്രയും നേരം നമ്മൾ ആഹാരമൊക്കെ കഴിക്കാതെ നമ്മൾ നിന്ന്. രാവിലെ ഞാൻ 3 ഇഡലി, പുള്ളിക്കാർക്ക് 2 ഇഡലി സാമ്പാറാണ് കഴിച്ചത്. അതിൽ നമ്മൾ ഇത്രയും നേരം പിടിച്ചു നിന്നു. കാരണം അതിൽ നമ്മളിത് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു ഡോപ്പമൈൻ ഉണ്ട്. അതാണ് സാധനം. നല്ല പണിയെടുത്ത്, സാധാരണ പണിയെടുത്ത് കഴിഞ്ഞാൽ ഇത്രയും പണിയൊക്കെ എടുത്തു കഴിഞ്ഞാൽ ഞങ്ങളൊക്കെ ആഹാരം കഴിക്കേണ്ടതാണ്. ആഹാരം പോലും കഴിക്കുന്നില്ല. എന്താ പറയുക, പക്ഷെ ഭയങ്കര സന്തോഷമുണ്ട്. കാരണം ഞങ്ങൾക്ക് ചെയ്യാൻ ഇഷ്ടമുണ്ടായിരുന്ന കാര്യങ്ങളാണ് ഇതൊക്കെ. പലപ്പോഴും ഇൻവെസ്റ്റ് ചെയ്യാൻ നമുക്ക് പറ്റാത്തത് കൊണ്ട് മാറ്റി വെച്ച് പോയ ഒരുപാട് കാര്യങ്ങളുണ്ട്. പക്ഷേ നമ്മളിപ്പോൾ തുടങ്ങിയ ബിസിനസ്സിലൂടെ ഞങ്ങൾക്ക് അതിനുള്ളൊരു ഓപ്പർച്യൂണിറ്റി കിട്ടിയതിന് ഞങ്ങൾ ഒരുപാട് ഹാപ്പിയാണ്. Okay. Thank you. And we are signing off here.